ഗുഡ് മോർണിംഗ്. നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ഡൊമൈൻ, റേഞ്ച് എല്ലാം എഴുതാനായിട്ട് പ്രാക്ടീസ് ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. A equal to set 1, 2, 3 up to 14. Define a relation R from A to A by R equal to set xy 3x minus y equal to 0 where xy belongs to A. Write down its domain, codomain and range. Okay. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. Let us see once more. ഇവിടെ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നോക്കുക. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എയിൽ നിന്ന് എയിലേക്കുള്ള ഒരു റിലേഷനാണ്. എയിൽ നിന്ന് എയിലേക്ക്, അതായത് നമ്മൾ ഓർഡേർഡ് പെയേഴ്സാണ്. അപ്പോൾ എ ക്രോസ് എയുടെ സബ്സെറ്റാണ് നമ്മുടെ റിലേഷൻ. ഓക്കെ, എ ക്രോസ് എയുടെ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലിമെൻറ്റും സെക്കൻഡ് എലിമെൻറ്റും എയിലെ തന്നെ എലിമെൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എലിമെൻറ്റും സെക്കൻഡ് എലിമെൻറ്റും എയിൽ തന്നെ ഉണ്ടായിരിക്കണം. അണ്ടർസ്റ്റാൻഡ്? അങ്ങനെ വേണം നമ്മൾ ഈ ഫങ്ഷൻ ഇത് എഴുതാൻ. അപ്പോൾ ഇവിടെ നോക്കുക ഒന്നുകൂടെ. ആർ എന്ന് പറയുന്നത് ഈ റിലേഷനാണ്. സെറ്റ് എക്സ് വൈ സച്ച് ദാറ്റ് 3x മൈനസ് വൈ ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്താണ്? 3x മൈനസ് വൈ ഈക്വൽ ടു 0 ആണ്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഈ y റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ 3x ഈക്വൽ ടു വൈ എന്ന് വരും അല്ലേ? അതായത് y ഈക്വൽ ടു 3x. അപ്പോൾ y ഈക്വൽ ടു 3x ആകത്തക്ക വിധം എന്ന് പറയാം. 3x മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം y ഈക്വൽ ടു 3x. ഓക്കെ, അപ്പോൾ y ഈക്വൽ ടു 3x ആകത്തക്ക വിധം നമ്മൾ റിലേഷൻ എഴുതണം. എക്സും വൈയും ഇങ്ങനെയായിരിക്കണം. വെയർ എക്സ് വൈ ബിലോങ്സ് ടു എ. ഈ എക്സും വൈയും എയിലെ മെമ്പേഴ്സ് ആയിരിക്കണം, എലമെൻറ്റ്സ് ആയിരിക്കണം. ഓക്കെ, എന്നിട്ട് ആ റിലേഷൻ എഴുതിയിട്ട് വേണം ഡൊമൈൻ, കോഡൊമൈൻ, റേഞ്ചൊക്കെ കാണാൻ. അപ്പോൾ നമ്മളിവിടെ എന്താ എഴുതാം? 3x ഈക്വൽ ടു വൈ. അതാണ് നമ്മുടെ റിലേഷൻ ഓഫ് y ഈക്വൽ ടു 3x. അപ്പോൾ നമ്മൾ എക്സ് എടുക്കുന്നു. എക്സ് ഇതിലെ ഓരോ വില, എക്സ് എലമെൻറ്റ് ഓഫ് എ ആണ്. എക്സ് എയിലെ എലമെൻറ്റ് 1 ആകുമ്പോൾ എക്സ് ഈക്വൽ ടു 1, ദെൻ വൈ ഈക്വൽ ടു 3 × 1. ഓക്കെ, സോ 3. ആ 3 എയിലെ എലമെൻ്റ് ആണോ എന്ന് നോക്കണം. ബിക്കോസ് നമ്മൾക്ക് വേണ്ടത് റിലേഷൻ ഫ്രം എ ടു എ ആണ്. അപ്പോൾ എയിലെ എലമെൻ്റ് ആണെങ്കിൽ മാത്രമേ ഇത് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. 1, 3. അപ്പോൾ 1, 3 ഉൾപ്പെടുന്നു, നമ്മുടെ ഈ പറഞ്ഞ റിലേഷനിലുണ്ടാവും. എക്സ് ഈക്വൽ ടു 2 ആകുമ്പോൾ 2 × 3. ഓക്കെ, അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 3 ആകുമ്പോൾ 3 × 3 9 ബിലോങ്സ് ടു എ. എക്സ് ഈക്വൽ ടു 4 ആകുമ്പോൾ 12 ബിലോങ്സ് ടു എ. എക്സ് ഈക്വൽ ടു 5 ആകുമ്പോൾ വൈ ഈക്വൽ ടു 3 × 5 15 ഡസ് നോട്ട് ബിലോങ് ടു എ അല്ലേ? 15 ഇവിടെ ഇല്ല, 14 വരെ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ എക്സിൻ്റെ വില 5 വരില്ല, 1, 2, 3, 4 വരെ വരുള്ളൂ. അപ്പോൾ ആ കോർഡിനേറ്റ്സ് നമ്മൾ എഴുതണം. ഓക്കെ, സോ ദിസ് ഈസ് ആർ. റിലേഷൻ ആർ ഈക്വൽ ടു സെറ്റ് 1, 3, 2, 6, 3, 9, 4, 12. ഇതാണ് നമ്മുടെ റിലേഷൻ. ഇതിൽ നിന്ന് സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെൻറ്റ്സ് എടുക്കുമ്പോഴാണ് എന്ത് വരുന്നത്? 1, 2, 3, 4 വരുന്നത്. അതാണ് ഡൊമൈൻ. ഓക്കെ, ഡൊമൈൻ. ദെൻ റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലിമെൻറ്റ്സിൻ്റെ സെറ്റാണ്. അത് സെക്കൻഡ് എലിമെൻറ്റ്സ് 3, 6, 9, 12 എടുക്കുക. സെക്കൻഡ് എലിമെൻറ്റ്സ് എടുക്കുക. സെക്കൻഡ് എലിമെൻറ്റ്സ് എടുക്കുമ്പോൾ റേഞ്ച് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് കോഡൊമൈൻ. കോഡൊമൈൻ എന്ന് പറയുമ്പോഴാ സെറ്റ് ബി തന്നെയാണ്. ബി എന്ന് നമ്മൾ നേരത്തെ എ ക്രോസ് ബി ആകുമ്പോൾ ബി എന്ന് പറഞ്ഞത് ഇവിടെ എ ക്രോസ് എ ആണ്. എ തന്നെയാണ് ഇവിടെ എന്ത് വരുന്നത്? എ തന്നെയാണ് കോഡൊമൈൻ വരുന്നത്. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് കോഡൊമൈൻ ഓൾസോ. ദെൻ ഇതിൻ്റെ ആരോ ഡയഗ്രാം വരയ്ക്കണം. ഈ റിലേഷൻ്റെ ആരോ ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കി. എയിൽ നിന്ന് എയിലേക്ക്. അപ്പോൾ നമ്മൾ എ വരച്ചു, ദെൻ എ. ഇതിൽ ആ റിലേഷനുള്ളത് 1, 3. സോ 1ൽ നിന്ന് 3ലേക്ക് ആരോ മാർക്ക് കൊടുക്കുക. 2ൽ നിന്ന് 6ലേക്ക് ആരോ മാർക്ക്, 3ൽ നിന്ന് 9ലേക്ക്, അതുപോലെ തന്നെ 4ൽ നിന്ന് 12ലേക്ക്. ഓക്കെ, ഇതാണ് അതിൻ്റെ ആരോ ഡയഗ്രാം. ഓക്കെ, ദെൻ കം ടു ദ നെക്സ്റ്റ് വൺ. ഡിഫൈൻ എ റിലേഷൻ ആർ ഓൺ ദ സെറ്റ് n ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് by r equal to set xy, y equal to x plus 5, x is a natural number less than 4, xy belongs to n. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എഴുതേണ്ടത് n എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സിലുള്ള ഒരു റിലേഷനാണ്. റിലേഷൻ ആർ ഓൺ ദ സെറ്റ് n ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ എന്നിൽ നിന്ന് എന്നിലേക്ക് തന്നെയാണ് ഈ നാച്ചുറൽ നമ്പേഴ്സിൽ ഉള്ള റിലേഷൻ.
ഈ റിലേഷൻ്റെ പേര് ആർ എന്നാണ്. ഇവിടെ എന്താണ് കണ്ടീഷൻ? എക്സ് വൈ അതിലെ എലമെൻറ്റ്സ് ആണ്. കണ്ടീഷൻ ഇതാണ്, y ഈക്വൽ ടു എക്സ് പ്ലസ് 5. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 4. എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 4 ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ 1, 2, 3, 4 വരുള്ളൂ. ഈ നമ്പേഴ്സ് എക്സിന് വില കൊടുക്കുക. വൈ അപ്പോൾ എന്ത് വരും? +5. എക്സ് പ്ലസ് 5. അപ്പോൾ എക്സ് 1 ആകുമ്പോൾ വൈ എക്സ് പ്ലസ് 5. 1 + 5 6. അപ്പോൾ 1, 6 എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ റിലേഷനിലുണ്ടാവും. എക്സ് ഈക്വൽ ടു 2 ആകുമ്പോഴോ? എക്സ് ഈക്വൽ ടു 2 ആകുമ്പോൾ വൈ ഈക്വൽ ടു 2 + 5, ദാറ്റ് ഈസ് 7. ഓക്കെ, 2, 7. ഇനി എക്സ് ഈക്വൽ ടു 3 ആകുമ്പോഴോ? വൈ ഈക്വൽ ടു 3 + 5, ദാറ്റ് ഈസ് 8. സോ 3, 8. ഇത്രേ വരുള്ളൂ അല്ലേ? ഇവിടെ ലെസ് ദാൻ 4 എന്നൊരു കണ്ടീഷനുണ്ട്. സോ ആർ ഈക്വൽ ടു സെറ്റ് 1, 6, 2, 7, 3, 8. ഇനി ഇതിൻ്റെ ഡൊമൈൻ എന്ത് വരും? സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലിമെൻറ്റ്സ്. സെറ്റ് 1, 2, 3. റേഞ്ചോ? സെറ്റ് 6, 7, 8. ഓക്കെ. കോഡൊമൈൻ എന്ത് വരും? കോഡൊമൈൻ എന്ന് പറയുന്നത് ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ്. ഓക്കെ, നമ്മളോട് ഇവിടെ ഡൊമൈൻ ആൻഡ് റേഞ്ച് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെറ്റ് 1 എ ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5. ദെൻ ബി ഈക്വൽ ടു സെറ്റ് 4, 6, 9. ഡിഫൈൻ എ റിലേഷൻ ആർ ഫ്രം എ ടു ബി ബൈ ആർ ഈക്വൽ ടു എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷനാണ്. സെറ്റ് എക്സ് വൈ such that the difference between x and y is odd. X belongs to A, y belongs to B. Difference between x and y is odd. Odd number ആയിരിക്കണം. Write R in roster form. Okay. ഇവിടെ R എങ്ങനെ എഴുതാം? ക്വസ്റ്റ്യൻ എന്താണ്? സെറ്റ് എക്സ് വൈ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് ഓഡ് നമ്പർ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ എങ്ങനെ എഴുതാം? നെക്സ്റ്റ് പേജിലേക്ക് പോവാം. റിലേഷൻ എഴുതിയിട്ടുണ്ട്. 1 എടുക്കുക. ഇവിടെ എയിലെ എലമെൻറ്റ്സ് ആണ് 1, 2, 3, 4. 1 വരുമ്പോൾ എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് ഓഡ് നമ്പർ. ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഓഡ് നമ്പറായിട്ട് 1ൻ്റെ കൂടെ ഇവിടെ പറ്റുന്നത് 4 പറ്റും അല്ലേ? 1 + 3 ആണ് 4. പിന്നെയോ 1 + 5 ആണ് 6. അതും ഓഡ് ഡിഫറൻസ് ആണ്. പിന്നെ 1 + 8 ആണ് 9. അപ്പോൾ അത് ഡിഫറൻസ് ഓഡ് നമ്പർ അല്ല. സോ ഓൺലി ദിസ് 1 ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് വരുന്നത് 1, 4, 1, 6 ആണ്. ഇനി 2 എടുത്തു കഴിഞ്ഞാലോ? 2 ബിയിൽ ഏത് നമ്പർ വരും? 4 എടുത്താൽ 2, 4 വരുമോ? ഓഡ് ഡിഫറൻസ് 2 ആണ്, അത് വരില്ല. 2, 6 വരുമോ? അവിടെയും വരില്ല. 2, 9. ഓക്കെ, 7 ആണ് ഡിഫറൻസ്, ഓഡ് നമ്പർ ആണ് ഡിഫറൻസ്. സോ 2, 9 ഈസ് ദയർ. ഓക്കെ, അടുത്ത 3 എന്ന് പറയുന്ന നമ്പർ എടുക്കാം. 3 ബിയിൽ ഏതാ? 3, 4. അവിടെ ഓഡ് നമ്പർ വരും, ഡിഫറൻസ്. ഓക്കെ, 3, 6 എടുത്താലോ? 3 ആണ്, അത് ഓഡ് ഡിഫറൻസ് ആണ്. 3 + 3 ആണ് 6. 3 + 6 ആണ് 9 വരുന്നത് അല്ലേ? അപ്പോൾ 3, 9 വരില്ലല്ലോ, ഓഡ് നമ്പർ അല്ല, ഡിഫറൻസ്. പിന്നെ 5 എടുത്താൽ എക്സ് 5 ആകുമ്പോൾ 5, 4 അത് ഡിഫറൻസ് -1 ആണ്, ഓഡ് നമ്പറാണ്. 5, 6 വരും. ഓക്കെ, ദെൻ 5, 9 വരില്ല. ഓക്കെ, അത് 5 + 4, 9 അത് വരില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ ലിസ്റ്റ് ചെയ്ത് എഴുതി റോസ്റ്റർ ഫോമിൽ. ഓക്കെ, then come to the next question. Determine the domain and range of the relation R defined by R equal to set of all x + 5. x + 5 ആണ് അതിലെ ഓർഡേർഡ് പെയർസ് വരുന്നത്. x belongs to 0, 1, 2, 3 സെറ്റ് 0, 1, 2, 3, 4, 5. അപ്പോൾ എക്സ് എടുക്കാവുന്ന വിലകൾ 0, 1, 2, 3, 4, 5 ആണ്. റിലേഷൻ വേണം. എന്താണ് റിലേഷൻ? x + 5 ആണ് y എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ R എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? എക്സ് 0 എടുക്കുക. എക്സ് 0 എടുക്കുമ്പോൾ 0 + 5 5 വരും. എക്സ് 1 ആകുമ്പോൾ 1 + 5 6 വരും. എക്സ് 2 ആകുമ്പോൾ 2 + 5 7 വരും. 3 വരുമ്പോൾ 3 + 5 8. 4 + 4 9 വരും. 5 + 5 10. 5, 10 വരും. അപ്പോൾ ഇതിൽ ഡൊമൈൻ എടുക്കുന്നത് 0, 1, 2, 3, 4 ഫസ്റ്റ് എലമെൻറ്റ്സിൻ്റെ സെറ്റ്. റേഞ്ച് എന്ന് പറയുന്നത് സെക്കൻഡ് എലമെൻറ്റ്സിൻ്റെ സെറ്റ്. ഓക്കെ,
Then next question, write the relation R, set of all x, x cube. X is a prime number less than 10. ഇത് റോസ്റ്റർ ഫോമിൽ എഴുതാൻ പാടില്ലേ? എക്സ് എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്, ലെസ് ദാൻ 10 ആണ്. അപ്പോൾ നമുക്ക് അതേ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പ്രൈം നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന 2-ലാണ്. 2, പിന്നെ 3, 5, 7, പിന്നെ വന്നത് ലെസ് ദാൻ 10 ആണ് വേണ്ടത്. അപ്പോൾ പിന്നെ അടുത്ത നമ്പർ 8 വരില്ല, 9 വരില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് 2, 3, 5, 7 ആണ് എന്ത്? പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? റൈറ്റ് ദ റിലേഷൻ ആർ എക്സ് എക്സ് ക്യൂബ്. അപ്പോൾ ആദ്യത്തെ ടേം എക്സ് വരും. എക്സ് എന്ന് പറയുന്നത് പ്രൈം നമ്പർ ലെസ് ദാൻ 10. അപ്പോൾ നമ്മൾ 2 കൊടുത്തു, അപ്പോൾ 2 ക്യൂബ് ആയിരിക്കും വൈ. 3 കൊടുക്കുമ്പോൾ 3 ക്യൂബ് വരും. 5 കൊടുക്കുമ്പോൾ 5 ക്യൂബ്. 7 ക്യൂബ്. അതൊന്നുകൂടെ വ്യക്തമായിട്ട് എഴുതിയാൽ സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർസ് ലൈക്ക് ദിസ് 2, 8, 327, 125, then 7, 343. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. എൻ്റെ ഡൊമൈൻ റേഞ്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, then come to the next question. The figure shows a relation between the set P and Q. Write this relation in set builder form, roster form. What is its domain and range? Okay, we will do this later. Okay, listen the class again and again. Okay, thank you very much.